നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിശ്വരൂപ പ്രകടനം കണ്ട് കേട്ട് സത്യത്തിൽ ഞെട്ടിപ്പോയി. വളരെ കൃത്യമായി അദ്ദേഹം ടാർഗറ്റഡ് ആയിട്ട് പറയുകയാണ്, 2026 മാർച്ച് മാസത്തോടെ ഇന്ത്യയിൽ നിന്ന് നക്സലിസത്തെ തുടച്ചു മാറ്റും. അതിനുവേണ്ടി ഇനി ചെയ്യാൻ പോകുന്നത് അങ്ങേയറ്റം കരുത്താർന്നതും ഒരു ദയവുമില്ലാത്ത കടുത്ത നടപടികളാണ് ഒരു ദാക്ഷിണ്യവുമില്ലാതെ ചെയ്യാൻ പോകുന്നത് എന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് 40 വർഷത്തോളമായി നമ്മുടെ ഇന്ത്യൻ സേന പാരാമിലിറ്ററി നക്സൽവാദികളോട് അല്ലെങ്കിൽ മാവോയിസ്റ്റുകളോട് പൊരുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് കണക്കെന്ന് പറഞ്ഞാൽ ഈ ഡിസംബർ 2023 വരെ 104 ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇപ്പോൾ എടുക്കുന്ന ഒരു നിലപാട് കാശ്മീരിലെ പോലെ തന്നെ മാവോയിസ്റ്റുകളുടെ കാര്യത്തിലും പിടിച്ച് ജയിലിലിട്ട് ശാപ്പാട് കൊടുക്കുന്ന പരിപാടിയില്ല. ഷൂട്ട് അറ്റ് സൈറ്റാണ്. 147 തീവ്രവാദികളെയാണ്, മാവോയിസ്റ്റ് തീവ്രവാദികളാണ് ഈ ഡിസംബർ 23 വരെ കൊലപ്പെടുത്തിയത്, സൈന്യം കൊന്നത്. 723 വരെ അറസ്റ്റ് ചെയ്തു. 622 പേർ ഗത്യന്തരമില്ലാതെ കീഴടങ്ങിയിട്ടുണ്ട്. 2013 അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ്, അതുമല്ലെങ്കിൽ അമിത്ഷാ ആഭ്യന്തരമന്ത്രി ആകുന്നതിന് മുമ്പ് 10 സംസ്ഥാനങ്ങളിലായി 126 ഏരിയകൾ നക്സലൈറ്റുകളുടെ കയ്യിലായിരുന്നു. ഇപ്പോൾ 2024 ഈ മാസത്തെ കണക്കനുസരിച്ച് വെറും 38 പ്രദേശങ്ങളിൽ മാത്രമേ ഇപ്പം നക്സലൈറ്റുകളുള്ളൂ. മഹാഭൂരിപക്ഷം പ്രദേശങ്ങളും ഇന്ത്യ തിരിച്ചുപിടിച്ച് സാനിറ്റൈസ് ചെയ്തു, കീടനാശിനി തെളിച്ച് നിർവീര്യമാക്കി തിരിച്ചു പിടിച്ചു. മറ്റൊരു കണക്ക് 2010 അപേക്ഷിച്ച് 73% നക്സലൈറ്റ് ആക്രമണങ്ങൾ കുറഞ്ഞു. 86% സേനയുടെയും സിവിലിയന്മാരുടെയും മരണങ്ങൾ കുറഞ്ഞു. 2010 വരെ ഇവർ കൊന്നത് 1005 പേരെയാണ്. 2023 വരെ അതിന് ശേഷമുള്ള കണക്ക് 138 കുറഞ്ഞു. 2023 മുതൽ ഇന്നു വരെയുള്ള നക്സൽ ആക്രമണങ്ങൾ 32% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നക്സലൈറ്റുകളെ, മാവോവാദികളെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു പ്രക്രിയ അതിശക്തമായ പ്രഹരത്തോടുകൂടി ഇന്ത്യ ആരംഭിക്കാൻ പോവുകയാണ്. അതാണ് അമിത്ഷാ പറഞ്ഞത്. അപ്പോൾ രാജ്യത്ത് നമുക്കറിയാം, ബസ്തർ എന്നൊക്കെ പറഞ്ഞ ചില സ്ഥലങ്ങളിലൊക്കെ ഇവരുടെ കയ്യിലിരിക്കുന്ന നമ്മളൊരു പ്രശസ്തമായ ഒരു പരമ്പര തന്നെയുണ്ട്, ടെലിവിഷൻ പരമ്പര, ഇതൊക്കെയുണ്ട്, സിനിമകളുണ്ട്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിനും നമ്മുടെ ആളുകൾക്കും ഒക്കെ കയറി ചെല്ലാൻ പറ്റാത്ത പ്രദേശങ്ങൾ 38 പ്രദേശങ്ങൾ ഇപ്പോഴും ഉണ്ടെന്ന് ആഭ്യന്തരമന്ത്രി പറയുന്നു. അപ്പോൾ ഇത് വീണ്ടും സാനിറ്റൈസ് ചെയ്യാൻ ഉരുക്കുമുഷ്ടി പ്രയോഗിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സാധ്യമാണോ? ഒന്ന്. രണ്ടാമത്തത്, മനുഷ്യാവകാശ പ്രവർത്തകർ സടകുടഞ്ഞ് എണീക്കാൻ സാധ്യതയുണ്ടോ? അതായത് ഈ നക്സലിസത്തിന് ഉന്മൂലനം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം 2015 മുതൽ, മോദി 2014 വന്ന ശേഷം 2015 മുതൽ സമാധാൻ എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ നക്സലുകൾക്കെതിരെ നടന്നിട്ടുണ്ട്. അത് ഇതുവരെ വിജയിച്ചിട്ടുമുണ്ട്. അതിൻ്റെ ഡാറ്റയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അതെ, ഡാറ്റ ഉണ്ട്. ഈ കുറേ ഡാറ്റയൊക്കെ വെച്ച് ഞാൻ സമീപകാലത്തൊരു ലേഖനം എഴുതിയപ്പോൾ എന്നെ സിവിക് ചന്ദ്രൻ വിളിച്ചിരുന്നു. ഇപ്പം എന്തിനാണ് ഇത്രയൊക്കെ ഗൗരവത്തിൽ നക്സലിസത്തിനെതിരെ ലേഖനം എഴുതുന്നത്? നക്സലിസമൊക്കെ ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. അതിൻ്റെ കൂടെ സഞ്ചരിച്ച ഒരാളാണ്. അപ്പോൾ അവരുടെ ഒരു ഇംപ്രഷനും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഇത് അവശേഷിക്കാൻ പോകുന്ന ഒരു സ്ഥലം കേരളം. കേരളത്തിലൊരു മുക്കൂട്ട് കവല, തമിഴ്നാട്, കർണാടക, കേരളം എന്ന് പറഞ്ഞിട്ട് വയനാട്, അങ്ങനത്തെ ഒരു സ്ഥലത്തായിരിക്കുന്ന ചില പ്രബന്ധങ്ങളുമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതുണ്ടായത് നമുക്കറിയാം, ചൈനയോട് ചേർന്ന് നിൽക്കുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള ഒരു ഡിവിഷൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ബംഗാളിലെ ഗ്രാമമാണ്. സന്യാല്, ജംഗൽ സന്താൾ എന്നൊക്കെ പറഞ്ഞിട്ട് 1967 കാലത്തൊക്കെ കേരളത്തിൽ 69 വലിയ ഭീകരത നടമാടി. ഇവിടെ നഗരൂർ കുമ്മിൾ കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളുടെ തല കൊയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ആ സമയത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വല്ലാതെ ഇത് ഉലയ്ക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് അപ്പോൾ സെക്രട്ടറി ആയിരുന്ന CH കണാരനെ മാറ്റിയിട്ട് AKGയെ സംസ്ഥാന സെക്രട്ടറി ആക്കി. താൽക്കാലികമായിട്ട് വസന്തത്തിന്റെ ഇടിമുഴക്കെന്ന്
ബെയ്ജിങ് റേഡിയോ, അന്ന് പീക്കിംഗ് എന്ന് പറയും, റേഡിയോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുന്നിക്കൽ നാരായണൻ മന്ദാകിനി മാതാപിതാക്കള് കോഴിക്കോടും ഒക്കെ പറഞ്ഞൊക്കെ നടക്കുന്ന കാലമാണത്. വർഗീസിൻ്റെ കൊലപാതകം, ആ കാലഘട്ടം. ഈ 1967 ജൂലൈ 20 ജംഗൽ സന്താളി ഈ നക്സൽ നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്തിരുന്നു അവിടെ. 71 സർക്കാർ ഓപ്പറേഷൻ സ്റ്റീപ്പ് ചേസ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ നക്സലുകൾക്കെതിരെ ചെയ്തിരുന്നു. അത് പട്ടാളം, CRPF ഇവരൊക്കെയാണ് നക്സലുകളെ കൈകാര്യം ചെയ്തു. ചാരു മജുംദാർ അപ്പോഴേക്കും മരിച്ചുപോയി. ചാരു മജുംദാർക്ക് അവിടെ ചൈനയിലൊക്കെ കൊണ്ടുപോയിട്ട് പരിശീലനമൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അയാൾ അപ്പോഴേക്കും മരിച്ചുപോയി. പക്ഷേ അനുഭാവികൾ ഇങ്ങനെ പല സ്ഥലത്തും അങ്ങനെ അതിന് ശേഷമാണ് ഇവിടെയൊക്കെ മുളച്ചു വന്നത്. 1980 30 നക്സൽ ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അത് പല ഗ്രൂപ്പുകളായിട്ട് ഭിന്നിച്ച് നടക്കുമല്ലോ, ഓരോരുത്തരുടെ ശക്തി, പൈസ പിടുങ്ങൽ, ഇതൊക്കെ അനുസരിച്ചിട്ടാണത്. 30,000 പ്രവർത്തകരെന്നുണ്ടായിരുന്നു നക്സലൈറ്റുകൾ. പക്ഷേ ആദ്യഘട്ടത്തിൽ 1975 നക്സലുകളെ ഉന്മൂലനം ചെയ്തിരുന്നു എന്നാണ് വിശ്വാസം, 75. പക്ഷേ 1977 ജനതാ പാർട്ടി അധികാരത്തിൽ വന്നല്ലോ. അപ്പോൾ അവർ ജയിലിൽ പിടിച്ചിട്ടിരുന്ന നക്സൽ നേതാക്കളെ മുഴുവൻ പുറത്തേക്ക് വിട്ടു, മോചിപ്പിച്ചു. അങ്ങനെ രണ്ടാം ഘട്ടം തുടങ്ങുന്നത് പ്രത്യയശാസ്ത്രപരമായിട്ടല്ല, ഒരു ടെററിസം, ഭീകരത എന്നുള്ള നിലയ്ക്കാണ്. അത് 1990 ഒടുവിൽ പീപ്പിൾസ് വാർ ഒക്കെ തുടങ്ങുന്നത്. അവരുടെ പണി എന്തായിരുന്നു എന്ന് വെച്ചാൽ അവർ രാജ്യാന്തര ഭീകര സംഘങ്ങൾ, മയക്കുമരുന്ന് സംഘടനകളൊക്കെ ആയിട്ട്, അല്ല അവർക്ക് പഴയ 303 റൈഫിളിന് പകരം AK-47 തോക്കുകളൊക്കെ വരുന്നു. ഫിലിപ്പൈൻസിലും ഒക്കെ ഉള്ള സേനകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്നു. അവര് ചൈന കാര്യമായി സഹായിക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് വിളിച്ചിട്ടും പരിശീലനമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, അരുണാചലിൽ നിന്നുള്ള ആളുകളുടെയൊക്കെ കൂടെ. അപ്പോൾ പണം പിടുങ്ങൽ, ബന്ദിപ്പണം പിരിക്കൽ, കടകളുടെ കൊള്ള, സ്കൂൾ തകർക്കൽ, പോലീസിന് വിവരം കൊടുക്കുന്നവരെ ഉന്മൂലനം ചെയ്യൽ, ഇതൊക്കെ തന്നെയായിരുന്നു ഈ റെഡ് കോറിഡോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നുകൊണ്ടിരുന്നത്. ഈ റെഡ് കോറിഡോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 2021 25 എണ്ണം ഭീകരത കൂടിയ ജില്ലകളായിട്ട് നമ്മൾ ദേശീയ തലത്തിൽ കണക്കാക്കിയിരുന്നു. 25, 70 എണ്ണം പൂർണ്ണ ബാധിതം. 2021 ആകുമ്പോൾ 70 ജില്ലയേ ഉള്ളൂ. അപ്പോൾ പൂർണ്ണ ബാധിതമായിട്ട് ഇത് 10 സംസ്ഥാനങ്ങളിൽ ആണത്. ദണ്ഡകാരണ്യ, ഛത്തീസ്ഗഡ്, ഒഡീഷ, പിന്നെ ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ഇതിൻ്റെയൊക്കെ ഒരു മുക്കൂട്ട് കവല എന്ന് പറഞ്ഞ ട്രൈപാർട്ടൈറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഖനി, വനം, മല ഇങ്ങനത്തെ പ്രദേശങ്ങളിലാണ് ആന്ധ്ര, ബീഹാർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, തെലങ്കാന, പശ്ചിമ ബംഗാൾ, ഇത്രയും സ്ഥലങ്ങളിലാണ് ഈ മാവോയിസ്റ്റ് ഗുവേര വെച്ചിട്ട് ഗുവേറിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്നത്. ഒഡീഷയിലൊക്കെ ഇത് ഉണ്ടാവാനുള്ള കാരണം 60% ഇന്ത്യയിൽ ബോക്സൈറ്റ് നിക്ഷേപം അവിടെയാണ്. അപ്പോൾ വലിയ ഖനി ഈ സംരംഭങ്ങൾ, കോർപ്പറേറ്റുകൾ, വേദാന്ത പോലെയൊക്കെ അവിടെയുണ്ട്. 25% കൽക്കരി അവിടെയാണ്, 28% ഇരുമ്പയിര്, 92% നിക്കൽ, 28% മാംഗനീസ്. പക്ഷേ സ്ഥലമൊക്കെ ദരിദ്രവുമാണ്. ഒരുപാട് ഗ്രാമീണർ ദരിദ്രരായിട്ട് ജീവിക്കുന്ന സ്ഥലങ്ങളുമാണ്. ഇത് ഡാർജിലിംഗിൽ നിന്ന് ഇങ്ങോട്ട് തമിഴ്നാടിൻ്റെ വടക്കേ അറ്റം വരെ ചേരുന്ന ഭാഗമാണ് ഈ കോറിഡോർ എന്ന് പറയുന്നത്. സാക്ഷരത വളരെ താഴെ. ഈ ജന്മിമാർ കോർപ്പറേറ്റുകളിൽ നിന്ന് നക്സലുകൾ വർഷം പിരിക്കുന്നത് ഇപ്പോഴായിരിക്കില്ല, 2021 1400 കോടി രൂപയാണ് എക്സ്റ്റോർഷൻ. ഞങ്ങൾ അത് ചെയ്യും, ഇത് ചെയ്യും, വെടിവെച്ച് കൊല്ലുന്നൊക്കെ പറഞ്ഞ് കോർപ്പറേറ്റ് ഭീമന്മാരിൽ നിന്നൊക്കെ പിരിച്ചെടുത്തിരുന്നത് 1400 കോടി രൂപയാണെന്നാണ് കണക്ക്. ഇത് 2021 ജൂലൈയിൽ തെക്കനേഷ്യയിലെ നക്സലൈറ്റുകൾ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കി. പീപ്പിൾസ് വാർ ഗ്രൂപ്പും MCCAയും അതിലംഗങ്ങളായി. രാജ്യാന്തര ബന്ധായി. LTT, നേപ്പാളിലെ മാവോയിസ്റ്റുകൾ, പാകിസ്ഥാനിലെ ISI ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നക്സലുകൾ നിന്നപ്പോഴാണ് ഇവരെ തകർത്ത് ശരിയാക്കണം. നേരത്തെ സുനിൽ പറഞ്ഞ പോലെ
ഇവർ മാവോയിസ്റ്റ് സായുധ വിഭാഗം പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമി 20,000 പേരുടെ സേനയെ തീറ്റിപ്പോറ്റിയിരുന്നു. അപ്പോൾ ഫണ്ട് വരണമല്ലോ. അതിൽ 10,000 പേര് സ്ഥിരമായിട്ട് കാശ് മേടിച്ച് ജീവിക്കുകയായിരുന്നു. ഓട്ടോമാറ്റിക് തോക്കുകൾ, ചുമലിൽ വെക്കുന്ന റോക്കറ്റ് ലോഞ്ചർ, മോർട്ടാറുകൾ, ലൈറ്റ് മെഷീൻ ഗൺ, AK-47, ഗ്രനേഡുകൾ, ഇതൊക്കെ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. IED സ്ഫോടകങ്ങൾ ഉപയോഗിക്കാനുള്ള ട്രെയിനിങ്ങുകളും ഇവർക്ക് കിട്ടിയിരുന്നു. അപ്പോൾ 1980 2015 20,012 പേര് നക്സൽ കലാപങ്ങളിൽ കൊല്ലപ്പെട്ടു. 3,105 പേര് സുരക്ഷാ ഭടന്മാർ, 4,760 പേര് നക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടവർ. അപ്പോൾ ശരാശരി 417 പേര് ഒരു വർഷം ആ സമയത്ത് കൊല്ലപ്പെടുന്നുണ്ടായിരുന്നു. ഈ 2015 നമ്മൾ ഈ പരിപാടി മോദി അധികാരത്തിൽ വന്ന് നാഷണൽ പോളിസി ആൻഡ് ആക്ഷൻ പ്ലാൻ ടു അഡ്രസ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം എന്ന് പറഞ്ഞ് പോളിസി രേഖ ഉണ്ടാക്കി. അതിനുശേഷം നക്സലാക്രമണങ്ങൾ കുറഞ്ഞു വരുന്നുണ്ട്. ഈ ഉന്മൂലനം 8 ജില്ലകളിൽ അതിൻ്റെ വേര് അറുത്തു. അപ്പോൾ ഇത് നടക്കും എന്നുള്ളത് ഉറപ്പാണ്. 6 ജില്ലകളിൽ അമർച്ച ചെയ്തു. 2017 സമാധാൻ പ്രഖ്യാപിക്കുന്നത്. കോവിഡ് വ്യാപനവും നക്സലുകളെ ബാധിച്ചു. 2009 2258 നക്സലാക്രമണ കേസുകൾ 2020 349 ചുരുങ്ങി. മരണം 908 നിന്ന് 110. ഇനിയാണ് ഞാൻ കേരളത്തിൻ്റെ കാര്യം പറഞ്ഞത്. അമർത്യ ദേവ് എഴുതിയ നക്സൽസ് ഇൻ കേരള, ദെയർ നെറ്റ്വർക്ക്സ്, റിസോഴ്സസ്, ലെജിറ്റിമസി ആൻഡ് സൊല്യൂഷൻസ് ഫോർ കർബിംഗ് ഫ്യൂച്ചർ ഗ്രോത്ത്. അതിൽ പറയുന്നത് റെഡ് കോറിഡോറിൽ നക്സലിസം കുറഞ്ഞു, കേരളത്തിൽ വളരുന്നു. കർണാടകം, കേരളം, തമിഴ്നാട് എന്നിവയുടെ സംഗമസ്ഥാനത്ത് ഇതിങ്ങനെ പച്ച പിടിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അകത്ത്. ഡൽഹിയിലെ സെൻറ്റർ ഫോർ ലാൻഡ് വാർഫെയർ സ്റ്റഡീസ് പുറത്തിറക്കിയ ഈ പ്രബന്ധത്തിലും ഇത് പറയുന്നുണ്ട്. ഇവിടെ 2014 നവംബറിൽ ജലാറ്റിൻ ആക്രമണം നടന്നില്ലേ കൊച്ചിയിൽ, ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് നീറ്റ ജലാറ്റിൻ 2014 നവംബറിൽ. അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് ഉന്മൂലനം ചെയ്യണം എന്ന് പറയുന്നത് നമ്മുടെ ഈ തെക്കൻ ഭാഗത്താണ്. റെഡ് കോറിഡോർ എന്ന് പറഞ്ഞ ഭാഗത്തൊക്കെ അത്യാവശ്യം കൈകാര്യം ചെയ്തു മോദി സർക്കാർ. അതിന് പോളിസിയും പരിപാടിയും ഉണ്ട്. അമർച്ച ചെയ്തു എന്ന് മാത്രമല്ല, അതിനെ 2026 മാർച്ചോടുകൂടി കംപ്ലീറ്റ് തുടച്ചു നീക്കുമെന്ന് അമിത്ഷാ പറഞ്ഞിരിക്കുന്നു. അതായത് ഇത്രയും ബോൾഡായി, ഇത്രയും ഒരു റോഡ് മാപ്പ് വരെ ഉണ്ടാക്കി വെറുതെ പറയുന്നല്ലോ, ഒരു ഡേറ്റ് പറയാം, കട്ട് ഓഫ് ഡേറ്റ്. ആ ഡേറ്റിന് ഇന്ത്യയിൽ നിന്ന് നക്സലിസം അല്ലെങ്കിൽ മാവോയിസം ഇല്ലാതാകുമെന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. അമിത്ഷായുടെ ഒരു എന്താണ് ഉരുക്കുമുഷ്ടി നക്സലേറ്റിന്റെ പേരിറക്കുക എന്ന് പറഞ്ഞാൽ ഇവര് ഈ പറഞ്ഞ പോലെ രാജ്യാന്തര കാർട്ടലുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു. ബാംഗ്ലൂരിലുമൊക്കെ ഡ്രഗ് ട്രാഫിക്കിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു നക്സലുകൾ, പൈസ ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അല്ല, ഇതും കൂടി വേറെടുത്തിട്ടാണല്ലോ ഇത് നക്സലുകൾ മാത്രമല്ല, എല്ലാ തീവ്രവാദികളുടെയും ഒന്നിച്ചാണ് പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്ന് പറയുന്നത് മയക്കുമരുന്നാണ്. അതാണ്. അപ്പോൾ അതിൻ്റെയും കൂടി വേറെടുത്തുകൊണ്ട് ഈ നക്സലിസത്തിന്. അപ്പോൾ ഇന്ത്യയിൽ ചുവപ്പ് ഭീകരത 2026 മാർച്ച് മാസത്തിൽ അവസാനിക്കും. അതോടുകൂടി വിരലിൽ എണ്ണാവുന്ന സിവിക് ചന്ദ്രന്മാർ മാത്രം അവശേഷിക്കും. അവരൊക്കെ ഫിലിപ്പം പ്രസാദിനെയും വെള്ളത്തോൽ സ്റ്റീഫനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ ആധ്യാത്മിക പാതയിലൊക്കെ സഞ്ചരിക്കുമായിരിക്കും. പുരാണ പ്രഭാഷണങ്ങളുമൊക്കെ ആയിട്ട് മറ്റേ പുലിക്കോടൻ നാരായണൻ പോലീസുകാരൻ പിന്നീട് പുരാണ പ്രഭാഷണങ്ങളൊക്കെ ആയിട്ട് അമ്പലങ്ങളിലൊക്കെ നടന്നില്ലേ, അതുപോലെ നടക്കാം.